നമ്മൾ നോക്കുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററാണ്. ഇതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതിൻ്റെ റിലേഷൻസും അതിൻ്റെ പ്രോബ്ലംസും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് പ്ലസ് 1 പ്ലസ് 2 മാത്രമല്ല, നമ്മളുടെ ഫ്യൂച്ചർ സ്റ്റഡീസിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ടോപ്പിക്സ് ഒക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്താണെന്നാണ്. നമുക്കൊക്കെ അറിയാം ആംഗിൾ എന്താണെന്ന് അല്ലേ. ആംഗിൾ എന്ന് വെച്ചാൽ മെഷർ ഓഫ് റൊട്ടേഷനാണ്. റൊട്ടേഷൻ്റെ മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ലൈൻസിന് ഇടയ്ക്കുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ O എന്ന് കൊടുക്കുകയാണ്, ഈ ഒരു പോയിന്റ് ഞാൻ A എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ A എന്ന് പറയുന്ന പോയിന്റിനെ ഈ ഓയിന് നമുക്ക് വേർട്ടെക്സ് എന്ന് പറയാം കേട്ടോ. O എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ നമുക്ക് വേർട്ടെക്സ് എന്ന് കൊടുക്കാം. O എന്ന് പറയുന്ന ഈ ഒരു ലൈനിലെ OBയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ O എന്ന് പറയുന്ന ലൈനിനെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ പോയിന്റിന് B എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ഡയറക്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഡയറക്ഷനാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്. അപ്പോൾ OA എവിടേക്ക് മാറ്റി OBയിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ആംഗിൾ അപ്പോൾ എന്താണ്? മെഷർ ഓഫ് റൊട്ടേഷനെയാണ്, റൊട്ടേഷൻ്റെ മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ നടന്നു പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നത്? ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാൻ വേണ്ടി ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണിത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാനുള്ള ഒരു ദൂരത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പക്ഷേ അങ്ങനെയല്ല. എന്താണ്? റൊട്ടേഷൻ്റെ മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ പറയത്തില്ലേ, 10 കിലോമീറ്റർ ഞാൻ ഇവിടുന്ന് ഇവിടെ വരെ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ 100 മീറ്റർ ഞാൻ നടന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് റൊട്ടേഷൻ്റെ കാര്യം വരുമ്പോൾ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആംഗിൾ നമുക്ക് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. അതായത് പോസിറ്റീവ് ആംഗിളും ഉണ്ട്, നെഗറ്റീവ് ആംഗിളും ഉണ്ട്. ആ ഒരു ഡയറക്ഷൻ അതായത് ആംഗിളിൻ്റെ മെഷർമെൻറ്റിൻ്റെ ആ ഒരു ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പമാണ്. അതായത് പറഞ്ഞുതരാം. ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയും. ആംഗിളിനെ മെഷർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആംഗിൾ എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ആംഗിളിനെ മെഷർ ചെയ്ത് എങ്ങനെയാണ്? അതായത് ഈ ഒരു ലൈൻ O എന്ന് പറയുന്ന ഈ ഒരു ലൈൻ വെർട്ടെക്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത് അല്ലേ. അതായത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോയത്. ഇതെന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? നമുക്കൊരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലോക്കിൻ്റെ നീഡിൽ എങ്ങനെയാണ് പോകുന്നത്? അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഡയറക്ഷൻ എന്തെന്ന് പറയുക? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലോക്കിൻ്റെ നീഡിൽ പോകുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ക്ലോക്കിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുക? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നും മറ്റേ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനാണ് നമ്മൾ നോർമലി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിളിൻ്റെ കേസിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ മെഷർ ചെയ്യുന്നത് ക്ലോക്കിൻ്റെ ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ആംഗിളാണ്. ക്ലോക്കിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ ആംഗിൾ നമ്മൾ എന്താ പറയുക? നെഗറ്റീവ് ആംഗിൾ. ഇനി ക്ലോക്കിൻ്റെ ഡയറക്ഷൻ അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? പോസിറ്റീവ് ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്തത് ഈ ഒരു ബിയിലേക്കുള്ള ഈ ഒരു ആംഗിൾ മെഷർ ചെയ്ത് എങ്ങോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലാണ് പോയത് അല്ലേ. അതായത് എന്താണ് ഇത്? ഏത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ക്ലോക്കിൻ്റെ ഡയറക്ഷൻ ആണോ? അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ ഒരു ഡയറക്ഷനിലാണ് പോയത്. അപ്പോൾ ആംഗിളിൻ്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആംഗിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ആംഗിളിലെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് കാണിച്ചു തരാം. അതായത് ഇതേ ലൈൻ തന്നെ OA എന്ന് പറയുന്ന ഇതേ ലൈൻ തന്നെ ഇങ്ങോട്ട് വരികയാണ്, OB. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ക്ലോക്കിൻ്റെ ഡയറക്ഷൻ അല്ലേ, ഇതുപോലെയാണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് ആംഗിളായിട്ട് മാറി? നെഗറ്റീവ് ആംഗിളായിട്ട് മാറി. അപ്പോൾ ഇത്തരം കൺസെപ്റ്റ് മാത്രമേ നമുക്ക് ഇതിനായിട്ട് പഠിക്കാവുള്ളൂ. എന്താണ് പഠിച്ചത് നമ്മളിപ്പോൾ? ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ്റെ മെഷറിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് ആംഗിളുണ്ട്? പോസിറ്റീവ് ആംഗിളും ഉണ്ട്, നെഗറ്റീവ് ആംഗിളും. ആംഗിളിൻ്റെ സൈൻ ആട്ടോ പറയുന്നത്. പോസിറ്റീവ് ആംഗിളും ഉണ്ട്, നെഗറ്റീവ് ആംഗിളും ഉണ്ട്. പോസിറ്റീവ് എന്ന് എപ്പോഴാണ് പറയുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവും, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? നെഗറ്റീവും ആയിരിക്കും.
ഇനി നമ്മൾ പഠിക്കുന്നത് ഈ ആംഗിളിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനാണ് നമ്മൾ നോക്കുന്നത്. ആംഗിളിൽ ഇപ്പോൾ 2 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് ഡിഗ്രി മെഷറും ഉണ്ട്, രണ്ടെന്ന് പറയുന്നത് റേഡിയൻ മെഷറും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മെഷറാണുള്ളത് ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡിഗ്രി മെഷറും ഉണ്ട്, റേഡിയൻ മെഷറും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്താണ്, ഞാൻ ഇവിടെ നിന്നും ഇവിടെ വരെ ഒരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസിൻ്റെ ഒരു യൂണിറ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ വേറെ യൂണിറ്റ് നമ്മൾ മൈൽ അങ്ങനത്തെ കണക്കിൽ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു 100 മൈൽ ഞാൻ ട്രാവൽ ചെയ്തു. നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, നമ്മൾ കിലോമീറ്ററും മീറ്ററും ഒക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന് വേറൊരു മെഷറാണ്, ഡിസ്റ്റൻസിൻ്റെ വേറൊരു മെഷറാണ് മൈൽ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ആംഗിളിൻ്റെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതി നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ഡിഗ്രി മെഷറും ഉണ്ട്, റേഡിയൻ മെഷറും ഉണ്ട്. ഇപ്പോൾ ഡിഗ്രീസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയുക? ഇപ്പോൾ 30 ഡിഗ്രി, 50 ഡിഗ്രി, അല്ലെങ്കിൽ എന്താണ് 90 ഡിഗ്രി, 180 ഡിഗ്രി അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. റേഡിയൻ നമ്മൾ എങ്ങനെയൊക്കെ പറയാറുണ്ട്? പൈ ഉണ്ട്, π/8 ഉണ്ട്, 2π ഉണ്ട്, π/4 ഉണ്ട്. അങ്ങനെ നമ്മൾ പല രീതിയിൽ റേഡിയനിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിഗ്രി മെഷർ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു സർക്കിളിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം കേട്ടോ. ഒരു സർക്കിളിനെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർക്കിളിനെ നമുക്കറിയാമല്ലേ സർക്കിളിൻ്റെ ഫുൾ ആംഗിൾ എത്രയാണെന്ന്. ഈ ഒരു സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഫുൾ ആംഗിൾ എത്രയാണ് സർക്കിളിൻ്റെ നമുക്കറിയാം അല്ലേ. എത്രയാണ്? 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കിളിനെ നമുക്ക് 360 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്ന് ഇപ്പോൾ 360 ആണെന്ന് വിചാരിച്ചു മുഴുവൻ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ 360 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഈ ഒരു ഇപ്പോൾ 360 ആയിട്ട് നമ്മൾ ഈക്വൽ ഡിവൈഡ് ചെയ്തു, അതിൻ്റെ ഒരു പാർട്ടിനെ എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തൽക്കാലം ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? 1/360 ഓഫ് 1 റെവല്യൂഷൻ. അതിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. എന്താണ് ഇത്? നമ്മൾ 360 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ ഒരു ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന ആ ഒരു മെഷറിനെയാണ് നമ്മൾ 1 ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇപ്പം ഇതാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു 1 ഡിഗ്രിയെ നമുക്ക് വീണ്ടും നമുക്ക് എത്ര ഡിവൈഡ് ചെയ്യാന്ന് അറിയാമോ? 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഞാൻ അതിനെ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 1 ഡിഗ്രി നമുക്ക് 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 60 ഈക്വൽ പാർട്ടിന് ഒരു പാർട്ട് എടുക്കുക. ഈ ഒരു പാർട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അവിടെ മേക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൊണ്ടുണ്ട്. ഈ 1 മിനിറ്റിന് നമുക്ക് വീണ്ടും 60 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണ്. അപ്പോൾ അവിടെ മേക്കുന്ന ആംഗിളിനാണ് നമ്മൾ 1 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇത്ര കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? ഡിഗ്രി പഠിച്ചു, മിനിറ്റ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ എന്താണ് പഠിച്ചു? സെക്കൻഡ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു സർക്കിളിനെ 360 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അല്ലേ, അതിന്റെ 360 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ഒരു പാർട്ടിന്റെ മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്, 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി മിനിറ്റ് എന്താണെന്നാ പറഞ്ഞത്? ആ ഒരു പാർട്ടിനെ വീണ്ടും നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്? 60 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകുന്ന ആ ഒരു മെഷറിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഈ 1 മിനിറ്റിനെ വീണ്ടും നമുക്ക് 60 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ പാർട്ടിന്റെ ആ ഒരു മെഷറിനെയാണ് നമ്മൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. മിനിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ, 60 മിനിറ്റ് ആണ്. ഇനി 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഇത്രയും കാര്യം മാത്രം ഇതിനകത്ത് പഠിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും കാര്യം പറഞ്ഞേ ഉള്ളൂ. എന്താണല്ലോ പഠിക്കേണ്ടത്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. പിന്നെന്താണ് പഠിച്ചത്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. ഇത്രയും കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയാറില്ലേ, നമ്മൾ ക്ലോക്കിൽ എന്താ പറയുക, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ് നമ്മൾ പറയാറുണ്ട്? 60 മിനിറ്റ് ആണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 1 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര എന്ന് പറയാറുണ്ട്? 60 സെക്കൻഡ്സ് ആണെന്ന് പറയാറില്ല. അതേപോലത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് കുറച്ച് ആംഗിൾസ് നോക്കാം. അതായത് ഇപ്പോൾ
ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ ഇത് എത്രയാണ്, ഈ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് 180 ഡിഗ്രി അറിയാവോ, അറിയായിരിക്കും അല്ലേ. എങ്ങനെ 180 ഡിഗ്രി വരിക, ഇതാ ഇങ്ങനെ. ഇപ്പൊ ഈ ഒരു ഡയറക്ഷൻ വരയ്ക്കാം, നമ്മൾ പോസിറ്റീവ് ആംഗിൾസ് ആണ് ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് അല്ലേ. ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇത് പോസിറ്റീവ് ആംഗിൾ ആണ്. അപ്പൊ ഇത് എത്രയാണ്, 180 ഡിഗ്രി ആണ് നമുക്കറിയാം. പിന്നെ ഇനി 360 ഡിഗ്രി എങ്ങനെയാ വരുന്നത്, ഇപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ ഇവിടെ നിന്നും ഇങ്ങനെ മെഷർ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി, 360 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ ഡിഗ്രി മെഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെഗറ്റീവ് ആംഗിൾസ് കൂടെ വരച്ച് നോക്കാം അല്ലേ. പോസിറ്റീവ് ആംഗിൾസ് മാത്രമല്ല നെഗറ്റീവ് ആംഗിൾസും ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, നെഗറ്റീവ് ആംഗിൾ ആണ്. അപ്പൊ ഇതെന്താണ്, -90 ഡിഗ്രി ആണ്. ഇനി അതുപോലെ ഞാൻ എന്താണ് ഇങ്ങോട്ട് 180 ഡിഗ്രിയുടെ ആയിരുന്നെന്ന് നോക്കാം. ഇതൊരു പോയിന്റ് ആണ്, ഇവിടെ നിന്നാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ഇത് നോക്കി, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ, ക്ലോക്കിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതെന്താണ്, -180 ഡിഗ്രി ആണ്. ഇനിയും ഒരു -30 ഡിഗ്രി എങ്ങനെ വരയ്ക്കണം, -30 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എങ്ങനെ വരയ്ക്കുക, ഇതാണ് നമ്മുടെ ലൈനെങ്കിൽ നമ്മൾ മൈനസ് പറഞ്ഞാൽ മേലോട്ടല്ല അല്ലെ, താഴോട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. ഈ ഒരു ഡയറക്ഷനിലാണ് മെഷർ ചെയ്യേണ്ടത്. ക്ലോക്ക് വൈസ് ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയുണ്ടാവും, -30 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത മെഷറിലേക്ക് പോകാം, റേഡിയൻ മെഷർ. ഇത് എന്താണ്, ആംഗിൾ മെഷർ ചെയ്യാനുള്ള വേറൊരു യൂണിറ്റ് ആണ് റേഡിയൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, അതിന്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് സർക്കിളാണ്, സർക്കിളിന്റെ സെന്റർ ആണ് ഇത്. സർക്കിളിന്റെ എന്താണ്, റേഡിയസ് ആണ് അല്ലേ. അപ്പൊ റേഡിയസ് 1 യൂണിറ്റ് ആണെന്ന് പറയാണ്. സർക്കിളിലെ റേഡിയസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, 1 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ഇനിയും ഇവിടെ നിന്നും ഇങ്ങോട്ട് ഞാൻ ഇതേ ഡിസ്റ്റൻസ് തന്നെ 1 യൂണിറ്റ് തന്നെ മാർക്ക് ചെയ്യുകയാണ്. ഈ ആർക്ക്, ഈ സർക്കിളിന്റെ ഇത് ഇത്രയാണ്, റേഡിയസ് ഇത്രയാണെന്ന് പറഞ്ഞു, 1 യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നിന്നും അതേപോലെ തന്നെ ഒരു 1 യൂണിറ്റ് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ആർക്ക്, ഈ സർക്കിളിന്റെ ഒരു പോർഷൻ നമ്മൾ എന്താ പറയുക, ആർക്ക് എന്നാണ് പറയുക. അപ്പൊ അത് ഞാൻ 1 യൂണിറ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യും. ഇതെന്താണ്, റേഡിയസ് ആയിരിക്കും അല്ലേ, സർക്കിളിന്റെ റേഡിയസ് ആണിത്. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് എന്ന് വെച്ചാൽ എത്രയാണ്, 1 തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സർക്കിൾ റേഡിയസ് 1 ആണെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ അതായത് റേഡിയസും 1 ആണ്, അതുപോലെ ആർക്ക് ലെങ്തും 1 ആണെന്നുണ്ടെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയൻ മെഷറിൽ എപ്പോഴും ആംഗിളിന്റെ കൂടെ ഒരു പൈ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾ ഡിഗ്രി മെഷറിൽ പറഞ്ഞു ഇതെന്താണെന്ന് പറഞ്ഞു, 0 ഡിഗ്രി ആണ് അല്ലെ. നമുക്കതറിയാം, ഇത് 0 ഡിഗ്രി ആണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രി ആണ്. ഇതെന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രി. നമുക്കറിയാം അല്ലെ, ഇത് 0, ഇത് 90, ഇത് 180, ഇത് എത്രയാണ്, 270 അല്ലെ. 180ന്റെ കൂടെ വീണ്ടും 90 ആഡ് ചെയ്യുമ്പോൾ 270, പിന്നെ ഒരു 90 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് എത്രയാണ്, 360 ഡിഗ്രി എന്ന് പറയും. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേനും ഇത് 360 ഡിഗ്രിയാണ്. ഇനിയും റേഡിയൻ മെഷറിൽ നമ്മൾ എങ്ങനെയാ പറയുക, 0 തന്നെയാണ്. 90 ഡിഗ്രിക്ക് എത്ര പറയുക, π/2 എന്നാണ് പറയുന്നത് അല്ലെ. π/2 ആണ്. ഇതിന് നമ്മൾ എങ്ങനെയാ പറയുക, പൈ എന്നാണ് പറയുക. ഇത് റേഡിയൻ മെഷർ ആട്ടോ. ഈ പൈ വരുമ്പോൾ എല്ലാം റേഡിയനിലാണ് വരിക. 270 എന്ന് പറയുമ്പോൾ 3π/2 എന്ന് വരിക അല്ലെ. കാര്യം എന്താണ്, ഇവിടെ വരെ പൈ ആണ്, ഇതിന്റെ പിന്നെ ഇത് എത്ര, 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/2 അല്ലെ. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ പൈ ആണ് നമുക്കറിയാം. പിന്നെ ഇത് ഇത്ര ഡിസ്റ്റൻസ് പറയുമ്പോൾ എത്ര, ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, π/2 ആണ് അല്ലെ. അതായത് π + π/2 എന്ന് വരും. അതായത് 2π + π/2, അതായത് 3π/2 എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് 3π/2 ആണ്. ഇവിടെ വീണ്ടും ഒരു π/2 ആഡ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ 360 ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള റേഡിയൻ മെഷർ എന്ന് പറയുന്നത് 2π ആണ്. കാര്യം എന്താണ്, ഇവിടെ വരെ വരുമ്പോൾ പൈ ആണെന്ന് നമുക്കറിയാം, പിന്നെ ഒരു പൈയും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ π + π എന്ന് പറയുന്നത് 2π ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞുതരാം. നമുക്കറിയാം ഈ പൈക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഏതാണ്, 180 ഡിഗ്രി ആണ് അല്ലേ. അതായത് പൈ റേഡിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ. അപ്പൊ പൈ റേഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി കിട്ടാനായിട്ട് എന്താ ചെയ്യുക, പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 180 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ 1 ഡിഗ്രി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ 180യെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, π/180 ആണ്. ഓക്കെ, അപ്പോൾ 180 റേഡിയൻ ആണ്. അതായത് 1 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, π/180 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഡിഗ്രി മെഷറിനെ എങ്ങനെയാണ് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ തിരിച്ചും റേഡിയനെ എങ്ങനെയാണ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് മാത്രമാണ് നമുക്ക് അത് ശരിക്കും പഠിക്കാനായിട്ടുള്ളത്, നമ്മൾ ഓർത്ത് വെക്കാനായിട്ടുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന അതിന് നമ്മൾ എന്ത് ചെയ്യുക,
π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി തിരിച്ച് റേഡിയനെ ഡിഗ്രിയിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതൊന്ന് ബൈ ഹാർട്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡിഗ്രിയെ റേഡിയനിലേക്ക് ആക്കണം അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞ എത്ര ആണ്? റേഡിയനാണ്. π/2 റേഡിയനാണ് നമുക്കറിയാം. അപ്പോൾ നോക്കിയേ, ഈ റേഡിയനിൽ എപ്പോഴും ആരുണ്ടാകും? പൈ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പൈ ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരേണ്ടത്. കണ്ടോ അതായത് ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് പൈ ആയിരിക്കണം ന്യൂമറേറ്ററിൽ വരേണ്ടത്. പിന്നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ π/180 ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പോൾ ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 270 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര എന്താണ് റേഡിയനിലൊക്കെ മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? 3π/2 റേഡിയനാണ് അല്ലേ. ഇത് റേഡിയൻ മെഷറാണ്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റുമ്പോൾ എന്തായാലും ആ ആൻസറിൽ ഒരു പൈ വാല്യൂ വേണം അല്ലേ. അപ്പോൾ ആ പൈ ആണ് എപ്പോഴും മേളിൽ വരേണ്ടത്. ആ പൈ എപ്പോഴും ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കണം. ഇത് മാത്രമാണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് റേഡിയനിലെ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് 180 ഡിവൈഡ് ബൈ പൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ റേഡിയനിലെ ഡിഗ്രിയിലേക്കാണ് മാറ്റേണ്ടത്. ഡിഗ്രിയിൽ പൈ ഉണ്ടോ? പൈ ഇല്ല. അപ്പോൾ പൈ എവിടെ പോയാൽ മതി? ഡിനോമിനേറ്ററിലേക്ക് പോയാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇതിൽ പഠിച്ചു വെക്കുക. ഡിഗ്രിയെ റേഡിയനിലാക്കണമെങ്കിൽ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയനെ ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നോക്കിയാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 30 ഡിഗ്രിയെ എന്താക്കി മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? റേഡിയനിൽ എപ്പോഴും ഒരു പൈ ഉണ്ടാകും അല്ലേ. അപ്പോൾ പൈ എവിടെ വരണം? ന്യൂമറേറ്ററിൽ വരണം. അപ്പോൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 30യെ. എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 × π/180. അപ്പോൾ എന്താ ചെയ്യുക? പിന്നെ സിംപ്ലിഫിക്കേഷൻ മാത്രമല്ല, 0 ക്യാൻസൽ ചെയ്തു. 3 കൊണ്ട് നമുക്ക് 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 6 വരും. അതായത് π/6 എന്ന് വരും. ഇപ്പോൾ 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? π/6 ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. 45 ഡിഗ്രി എന്താക്കി മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? 45നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം എന്താണ്? റേഡിയനിൽ എപ്പോഴും ഒരു പൈ ഉണ്ടാകും. അതുകൊണ്ട് പൈ ന്യൂമറേറ്ററിലേക്ക് വരണം. അതുകൊണ്ട് എന്ത് ചെയ്ത് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി. അതായത് 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 20 വരും. പിന്നെ ഒരു 5ഉം ഈ ഒരു 20 കൂടെ ക്യാൻസൽ ചെയ്യും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 എന്ന് വരും. അതായത് π/4 എന്ന് വരും. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായി മാറിയപ്പോൾ? π/4 റേഡിയനായിട്ട് മാറി. 270 ഡിഗ്രിയെ മാറ്റണം. എന്താണ് ചെയ്യേണ്ടത്? 270 × π/180 ചെയ്യുക. ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്തായി? 3π/2 എന്ന് വരും. അപ്പോൾ എന്തായിട്ട് മാറി? 270 3π/2 റേഡിയൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് 25 ഡിഗ്രിയെ കൺവേർട്ട് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആയല്ലേ. ഇപ്പോൾ ഈസി ആയല്ലേ. 25 × π/180 എന്ന് ചെയ്യുക. നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ 5 വരും. 36 എന്ന് വരും. അതായത് 5π/36 ആണ്. അപ്പോൾ 25 ഡിഗ്രി നിന്ന് 5π/36 ആൻസർ കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്ത് കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. 25 × പൈക്ക് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ കേട്ടോ. 25 × π/180 ഇതാ കണ്ടോ. 5π/36 എന്ന് വന്നു കേട്ടോ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ 240 ഡിഗ്രി. ഇത് നമ്മൾ ചെയ്യേണ്ടത് 240 × π/180 അല്ലേ. നോക്കാം. 240 × ഷിഫ്റ്റ് ഈക്വൽസ് /180 ഇത്ര കിട്ടി നോക്കി. 4π/3 എന്നാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. നമുക്ക് നോക്കാം. 4π/3 ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ 0 പോകുന്നു. 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. 18 ഇവിടെ 4 വരും. കറക്റ്റ് അല്ലേ. 4π/3 എന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് നോക്കാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. 120 ഡിഗ്രിയെ റേഡിയൻ ആക്കുക. എന്താ ചെയ്യേണ്ടത്? 120 × π/180 ചെയ്യുക. 2 ക്യാൻസൽ ചെയ്യാം. പിന്നെ 6 കൊണ്ട് പോവാം അല്ലേ.
അപ്പോൾ 2π ഡിവൈഡഡ് ബൈ 3 എന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം ഇത്ര മാത്രം ഓർത്താൽ ഡിഗ്രി റേഡിയനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12 1/2 ഡിഗ്രീനെ കൺവേർട്ട് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, എളുപ്പമാണ്. 12 1/2 ഇൻറ്റു എന്താ ചെയ്യേണ്ടത്, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 12 1/2 എങ്ങനെ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ 12 1/2 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 1/2 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് ഈ 12 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്യണം കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടത്? 12 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അതിന് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 12 1/2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തത്? അപ്പം 12 ഇൻറ്റു 2 24, 24 പ്ലസ് 1 25 ഡിവൈഡഡ് ബൈ 2 എന്ന് മനസ്സിലായല്ലോ. എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 12 ഇൻറ്റു 2 പ്ലസ് പിന്നെ ഈ ഒരു 1 കൂടെ കൊടുക്കുക, അത് ന്യൂമറേറ്റർ വരും, പിന്നെ ഡിനോമിനേറ്ററിൽ 2 വരും. അപ്പോൾ 25/2 വന്നു. ഇത് നമുക്ക് എളുപ്പമല്ല. 12 1/2 എന്ന് പറഞ്ഞാൽ 25/2 ആണെന്ന് നമുക്കറിയാം. 25/2 ഇൻറ്റു π/180. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ക്യാൻസൽ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതൊരു 5 ആണ്. 5 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 36 എന്ന് വരും. അപ്പോൾ നമുക്ക് ഫൈനൽ എങ്ങനെ വരിക? 5π ഡിവൈഡഡ് ബൈ 2 36 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും 72 എന്ന് വരും. അപ്പോൾ 5π/72. ഈ ഒരു ക്വസ്റ്റൻ അറിഞ്ഞിരിക്കേണ്ടിയിരുന്നത് എന്താണ്? ഇതിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഫ്രാക്ഷനിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനെ അറിഞ്ഞിരിക്കേണ്ടി ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 40 ഡിഗ്രി 20 മിനിറ്റ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ എന്തിലേക്ക് മാറ്റണം? ഡിഗ്രി ടു റേഡിയനിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇത് ഡിഗ്രിയിലായിരിക്കും നമുക്കറിയാം, റേഡിയനിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? നമുക്കെന്താണ് അറിയാവുന്നത്? ഡിഗ്രിയെ റേഡിയനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് π/180 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പക്ഷെ ആരൊക്കെയുണ്ട്? ഡിഗ്രി മാത്രമാണോ ഉള്ളത്? അല്ല, ഡിഗ്രിയുടെ കൂടെ വേറൊരാളുണ്ട്. ആരാണ്? മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മിനിറ്റിനെ ആരാക്കി മാറ്റും? ഡിഗ്രി ആയിട്ട് മാറ്റും. അപ്പോൾ എങ്ങനെ മാറ്റും നോക്കാം. ഫസ്റ്റ് 40 ഡിഗ്രി, അത് നമുക്കറിയാം. 40 ഡിഗ്രി പ്ലസ് ഇനി നമുക്ക് ചെയ്യേണ്ടത് 20 മിനിറ്റിനെ ആരാക്കി മാറ്റണം? ഡിഗ്രി ആയിട്ട് മാറ്റണം. അതിനു വേണ്ടി നമ്മൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒരു ഡിഗ്രി എന്ന് പറയുന്നത് എത്ര മിനിറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 60 മിനിറ്റ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുന്ന് ഒരു മിനിറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1/60 ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലേ. 1/60 മിനിറ്റ് ആകും, ഡിഗ്രി ആകും. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 1/60 ഡിഗ്രിയാണ്. ഇത്രയും കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ആരുണ്ട്? ഇപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയുന്നതാണ് 1/60 നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ 20 മിനിറ്റ് ആകണം എന്ത് ചെയ്താൽ മതി? ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 1/60 ആണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് എന്ന് പറയുന്നത് 20 ഇൻറ്റു 1/60 അത്രയും ആരായിട്ട് മാറി? ഡിഗ്രി ആയിട്ട് മാറും അല്ലേ. അതായത് 20/60 ആണ് എന്തെന്ന് പറയുന്നത് 20 മിനിറ്റ് എന്ന് പറയുന്നത്, അത്രയും ഡിഗ്രി ആകും കേട്ടോ. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞു കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. 40 ഡിഗ്രി പ്ലസ് നമുക്ക് 20 ആരാക്കി മാറ്റണം? ഡിഗ്രി ആക്കി മാറ്റണം. എന്നാലേ നമുക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ കൂടി അറിയാവുന്ന എന്താണ്? ഡിഗ്രിയെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഡിഗ്രിയാണ് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷെ മിനിറ്റിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മിനിറ്റ് ഡിഗ്രിയിലേക്ക് മാറ്റണം. അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. 0 ക്യാൻസലായി, 2 കൊണ്ട് പോകും അല്ലേ. അപ്പോൾ 1ഉം പിന്നെ ഇത് 3 വരും. അതായത് 40 പ്ലസ് 1/3 ഇത്രയും ഡിഗ്രി ആട്ടോ. അപ്പോൾ ഇതിനെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഒരു 1 ആയിരിക്കില്ല, അതായത് 40/1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യേണ്ടത്? 3 ഇൻറ്റു 40 പ്ലസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 3 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ എത്ര വരും? 120 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3, അതായത് 121 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ. ഇപ്പോൾ ഇത്ര ആരായിട്ട് മാറി? ഇപ്പോൾ നമ്മൾ ചെയ്തോ? നമ്മൾ ആൻസർ എഴുതിയോ? ഇല്ല. നമ്മളിപ്പോൾ ആ കൂടെ ചെയ്ത് എന്താണ്? ഡിഗ്രി ആക്കി മാറ്റി. ഈ ഫുൾ തന്നിരിക്കുന്നതിനെ ഡിഗ്രി മിനിറ്റിനെ കൂടെ ആരാക്കി മാറ്റി? ഡിഗ്രി ആക്കി മാറ്റി. ഇത്രയും ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഗ്രിയിൽ റേഡിയനിലേക്ക് മാറ്റണം. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പഠിച്ചു? 121 ഡിവൈഡഡ് ബൈ 3 ഡിഗ്രിയാണെന്ന് പഠിച്ചു. ഇതിനെ 121/3 ഇൻറ്റു π/180. 121 π ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 180 ചെയ്യുക. 540 എന്ന് വരും. അപ്പോൾ 120 π/540 റേഡിയൻ കിട്ടി.
ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. -47 ഡിഗ്രി 30 മിനിറ്റ്സ് എങ്ങനത്തെ ചെയ്യേണ്ടത്? നമുക്കറിയാം π/180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആരുണ്ട്? 30 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്ക് 30 മിനിറ്റിനെ ആരാക്കി മാറ്റണം? ഡിഗ്രി ആക്കി മാറ്റണം. ഫസ്റ്റ് എന്ത് ചെയ്താൽ മൈനസ് സൈൻ ഉണ്ടോ അല്ലേ? അപ്പോൾ മൈനസ് സൈൻ അതുപോലെ ഇട്ടേക്കാം. -47 ഡിഗ്രി പിന്നെ പ്ലസ് 30 മിനിറ്റ്സ് ആണ് അല്ലേ? 30 മിനിറ്റ്സിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഡിഗ്രി ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താക്കി മാറി? ഇപ്പോൾ ഇതെന്തായിട്ട് മാറി? 60 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഡിഗ്രി ആയിട്ട് മാറി. 2 എന്ന് വരും. അതായത് -47 പ്ലസ് 1/2 എന്ന് വരും. പിന്നെ സിംപ്ലിഫൈ ചെയ്യുക അല്ലേ? എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -47 × 2 + 1 / 2. ഇതിനെ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -93 / 2 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയും സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഒട്ടും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കാൽക്കുലേറ്ററിനെ യൂസ് ചെയ്താൽ കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കിവിടെ എവിടെ വരെ എത്തി? -47 പ്ലസ് 30/60 ആണ് അല്ലേ? അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് -47 പ്ലസ് 30/60 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ആൻസർ കറക്റ്റായിട്ട് വരത്തുള്ളൂ. പ്ലസ് 30 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക /60 ഈക്വൽ കൊടുക്കുമ്പോൾ എത്താം കേട്ടോ -93/2 എന്ന് വരും. അപ്പോൾ -93/2 എന്ന് കറക്റ്റായിട്ട് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കിപ്പോൾ ഡിഗ്രിയിൽ കിട്ടിയല്ലേ? ഇനി നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണം, റേഡിയനിലേക്ക് മാറ്റണം. അതെന്താ ചെയ്യേണ്ടത്? -93/2 × π/180. -30 മൾട്ടിപ്ലൈ ചെയ്ത് ഇതിപ്പോൾ ഇതിന് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേനും -31π ന്യൂമറേറ്ററിലാണ്, ഡിനോമിനേറ്ററിൽ 2 × 60 വരുമ്പോഴത്തേനും 120. അപ്പോൾ -31π / 120 എന്ന് വരും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 ഡിഗ്രി 37 മിനിറ്റ്സ് 30 സെക്കൻഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും നേരം ചെയ്തതിന് പോലെയല്ല, ഒരാളും കൂടെ ആഡ് ആയിട്ടുണ്ട്. ആരാ? സെക്കൻഡും കൂടെ ആഡ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് അറിയാവുന്ന പോലെ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഡിഗ്രിയിലേക്ക് മാറ്റണം. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? 5 ഡിഗ്രി പ്ലസ് 37 നമുക്കറിയാം അല്ലേ? മിനിറ്റ് ആണ്. 37 മിനിറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്ലസ് ഇനി 30 സെക്കൻഡ്സ് ആണ്. അതിനെ എന്ത് ചെയ്യാൻ മതി? അതായത് ഞാൻ പറയാം, 30നെ എന്ത് ചെയ്താൽ മതി അറിയാമോ? 60 × 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60 സെക്കൻഡ് ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ പറഞ്ഞത് എത്രയാണ്? ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/60 മിനിറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്താക്കിയാണ് മാറ്റേണ്ടത്? അപ്പോൾ ആ ഒരു 1/60 ഒരു 60 അതിൻ്റെ കേട്ടോ. നമുക്ക് പക്ഷെ മാറ്റേണ്ടത് ആരായിട്ടാണ്? ഡിഗ്രി ആയിട്ടാണ് മാറ്റേണ്ടത്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1/60 മിനിറ്റ് ആണ് നമുക്കറിയാം. അതുപോലെ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ 2 60 വന്നിരിക്കും. കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണ്ട, ഇത്ര കാര്യം മാത്രം ചെയ്താൽ മതി. അതായത് മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സെക്കൻഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് 2 60 × 60 ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. അത് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആരായിട്ട് മാറി? ഡിഗ്രി ആയിട്ട് മാറി. ഇനി ഇപ്പോൾ ഇതിനെ സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ഡിഗ്രി പ്ലസ് അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ടൊരു കാര്യം വെച്ചാൽ നമുക്ക് ഈ രണ്ടിലും 60 ഉണ്ട് അല്ലേ? അപ്പോൾ 60നെ ഈ രണ്ട് ഫ്രാക്ഷനിൽ നിന്ന് 60 ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. 1/60 ഞാനിപ്പോൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇൻറ്റു ഇപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ രണ്ടിൽ നിന്ന് 1/60 എടുത്തു. ഇവിടുന്ന് 1/60 എടുക്കുമ്പോൾ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 37 മാത്രമേ അല്ലേ? ഇവർ 60 ആണെങ്കിൽ മാറ്റി 1/60 ആണെങ്കിൽ മാറ്റുമ്പോൾ 37 മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇപ്പോൾ 37 പ്ലസ് പിന്നെ ഈ 30 അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഒരു 60 നമ്മളിപ്പോൾ മാറ്റിയില്ലേ? 1/60 നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുത്തു, കോമൺ ആയിട്ട് എടുത്തേക്കോ. പിന്നെ ആരെയുള്ളൂ അവിടെ? 30 / 60 മാത്രമാണ് കോമൺ ബാക്കിയുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. 1/60 × 30 60യുടെ 1/2 അല്ലേ? 2 × 30 വരുമ്പോഴാണ് 60 വരുന്നത്. അപ്പോൾ 1/2 എന്ന് വരും. അതായത് 37 പ്ലസ് 1/2 എന്ന് വരും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതി പോകണം കേട്ടോ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്സും കാണിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോകണമെന്നൊന്നും ഇല്ല. 1/60 ഇൻറ്റു ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 37 + 1 / 2
അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. 5 ഡിഗ്രി പ്ലസ് 1/60 ഇൻറ്റു ഇങ്ങനെ ചെയ്യുമ്പോൾ 2 × 37 + 1 ചെയ്യുമ്പോഴത്തേനും 75/2 എന്ന് വരും. ഇനിയിപ്പോൾ ഞങ്ങൾ സോൾവ് ചെയ്യാം കേട്ടോ. 16 75 ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 5 ഈ 5 ഡിഗ്രി അതുപോലെ 5 ഡിഗ്രി പ്ലസ് 5/8 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5/8 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി എന്നത് 8 × 5 + 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 8 × 5 + 5 ന്യൂമറേറ്ററിൽ വരുന്നത് 45 എന്ന് വരും. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ 8 ആണ് വരിക. അപ്പോൾ ഇത്രയും ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് ഡിഗ്രി റേഡിയനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാനാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. മാത്സ് അറിയാവുന്നവർക്ക് അത്ര പാടില്ല. ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളൂ. പിന്നെ ചെയ്ത് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അതായത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യണം കേട്ടോ. കാൽക്കുലേറ്ററിൽ എപ്പോഴും ബ്രാക്കറ്റ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യില്ല, കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പത്തിന് അത് കാണിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് 5 ആണ് അല്ലേ. അപ്പോൾ 5 പ്ലസ് പിന്നെ ഇവിടെ ഒരു 37/60 ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പ്ലസ് 37 ഡിവൈഡഡ് ബൈ 60 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഇവിടെ 2 ബ്രാക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യണം. കാര്യം ഇവിടെ എന്താണ് ഡിനോമിനേറ്ററിൽ 60 × 60 കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ബ്രാക്കറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ അടുത്ത ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്തു 60 × 60 പിന്നെ 2 ബ്രാക്കറ്റ് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്തു. ഈക്വൽ ടു കൊടുക്കുക ഉണ്ടോ 45 ഡിവൈഡ് ബൈ 8. ആ 45/8 ആണ് നമുക്കിവിടെ കിട്ടിയത്. ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ശരിക്കും യൂസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് പോകാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. എന്തായാലും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെക്കണം. ആൻസർ കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും.